ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള അസൈൻമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് ഒരു ഫോൾഡറിൽ റീനെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്ജക്റ്റിൻ്റെ പേര് വെച്ച് അനലറ്റിക്കലാണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്ന് വെച്ചിട്ട് ഞാനത് അതിനനുസരിച്ച് റീനെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് 1ഉം അനലറ്റിക്കലി 2 എന്നുള്ള ഒരു കോഡിൽ ഞാനിവിടെ ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യും. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ വന്ന ശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും അതേപോലെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സബ്ജക്റ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമും സെമസ്റ്ററും ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ഒരു സെമസ്റ്റർ ഉള്ളൂ, അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഉള്ളത് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും നമ്മുടെ അസൈൻമെൻറ്റ്സിൻ്റെ സ്റ്റാറ്റസ്. എൻ്റെതെല്ലാം പെൻഡിങ് ആണ്. അതിൻ്റെ അർത്ഥം ഞാനൊരു അസൈൻമെൻറ്റും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മൊത്തം 5 സബ്ജക്റ്റാണ്. 5 സബ്ജക്റ്റ് ആകുമ്പോൾ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും ആയിട്ട് മൊത്തം 10 അസൈൻമെൻറ്റ്സ് ആണ് എനിക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ നേരെ ആനുപാതികമായിട്ടുള്ള ആ ഒരു വ്യൂ അസൈൻമെൻറ്റ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള നേരെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഈ ഓൺലൈൻ സബ്മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഫയൽ എന്ന് കൊടുത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡറിലോട്ട് പോവുക. എന്നിട്ട് അത് ഏതാണ് നമുക്ക് വേണ്ട സബ്ജക്റ്റ്, നമ്മളെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു അസൈൻമെൻറ്റ് അവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അസൈൻമെൻറ്റ് അപ്ലോഡ് ആവുന്നതാണ്. ഇപ്പം നമ്മളുടെ ആ ഒരു അസൈൻമെൻറ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അവിടെ ആ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അപ്ലോഡ് ആയിട്ടുള്ള ആ ഒരു അസൈൻമെൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ വ്യൂ ചെയ്യാനും സാധിക്കും. ശേഷം നമ്മൾ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആ വിൻഡോയിലോട്ട് തന്നെ വരും. വീണ്ടും വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരത്തെ പെൻഡിങ് എന്നുള്ള സ്റ്റാറ്റസ് ഇപ്പോൾ സബ്മിറ്റഡ് എന്നുള്ളത് മാറിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ താഴെ ഉള്ളത് അതേപോലെ ഓരോ സബ്ജക്റ്റും ഇതേപോലെ ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സെയിം സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റുകൾ മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ കറക്റ്റ് ഫയലിന് റീനെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീനെയിം ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അത് മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ അത് മാറാതെ സൂക്ഷിക്കുക. ഇതേപോലെ അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ ഓരോന്നായി അപ്ലോഡ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഞാനിപ്പോൾ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ മൊത്തം ടോട്ടൽ 9 അപ്ലോഡ് ചെയ്തിട്ട് 1 മാത്രമേ എൻ്റെത് പെൻഡിങ് ഉള്ളൂ. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്തത് ഭാഗത്ത് ഈ ഒരു വ്യൂ അസൈൻമെൻറ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്കിവിടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് തന്നെ നമ്മുടെ അസൈൻമെൻറ്റ്സ് ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.